ആസ്പിറൻസ് ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലോട്ടാണ് മൂവ് ആവുന്നത്. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് അഥവാ താപഗതികം. ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു പോർഷനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങളും അതുപോലെ തന്നെ കാർനോട്ട് എൻജിൻ, എൻട്രോപ്പി, ഇത്രയും കാര്യങ്ങളാണ് ഈ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂണിറ്റിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് തെർമോഡൈനാമിക്സ് അഥവാ താപഗതികം എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ തെർമോഡൈനാമിക്സിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഹീറ്റിനെയും ടെമ്പറേച്ചറും ആയി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സുകളെ പറ്റിയാണ്. ഇപ്പം നമ്മൾ താപനിലയെ പറ്റിയും അതുപോലെ തന്നെ താപത്തെ പറ്റിയും കൂടുതലായി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഹീറ്റ് എനർജി ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നും നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു ഹീറ്റ് കൊടുത്താൽ അത് ഏതൊക്കെ ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മെയിനായിട്ട് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എങ്ങനെ വർക്കാവുന്നു, അല്ലെങ്കിൽ വർക്ക് എങ്ങനെ ഹീറ്റ് ആവുന്നു, ഹീറ്റും വർക്കും അല്ലെങ്കിൽ വർക്കും ഹീറ്റും തമ്മിലുള്ള ഇൻ്റർ കൺവേർഷനെ പറ്റിയും തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഭയങ്കര തണുപ്പുള്ള സമയത്ത് നമ്മൾ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു ചൂട് ലഭിക്കും. അപ്പം നമ്മൾ ഈ കൈകൾ റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൈകൾ റബ്ബ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാൻഡ്സ് ഒക്കെ മൂവ് ചെയ്യത്തില്ലേ. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഒരു വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് എന്ത് കിട്ടി, ഹീറ്റ് കിട്ടി. സോ നമുക്ക് വർക്ക് ചെയ്തപ്പോൾ ഹീറ്റ് കിട്ടി. ഇതുപോലെ തന്നെ ഹീറ്റ് കൊടുത്താൽ വർക്ക് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റീം എഞ്ചിൻ. പണ്ട് കാലങ്ങളിൽ നമ്മൾ ട്രെയിനൊക്കെ മൂവ് ചെയ്യാനായിട്ട് സ്റ്റീം എഞ്ചിൻ്റെ ഹെൽപ്പോട് കൂടിയായിരുന്നു ട്രെയിനിൻ്റെയൊക്കെ മോഷൻ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീം എഞ്ചിൻ്റെ കേസിൽ എന്താണ്, സ്റ്റീം എഞ്ചിനിലും നമ്മൾ ആ സ്റ്റീമിൽ നിന്നുമുള്ള ഹീറ്റ്, ആ ഒരു ആവിയിൽ നിന്നുമുള്ള താപത്തിൻ്റെ ഹെൽപ്പോട് കൂടി പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുകയും നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യുകയും അത് ഫലമായിട്ട് ട്രെയിൻ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. സോ ആ സ്റ്റീം എഞ്ചിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു, ഒരു വർക്ക് ലഭിക്കുന്നു. സോ വർക്കിനെ ഹീറ്റായും ഹീറ്റിനെ വർക്കായും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയെ പറ്റി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഡെഫിനിഷൻ. ഭൗതിക ശാസ്ത്രത്തിലെ ശാഖയായ താപഗതികം കൈകാര്യം ചെയ്യുന്നത് താപം, താപനില തുടങ്ങിയവയെക്കുറിച്ചാണ്. അപ്പം ഹീറ്റിനെ പറ്റി പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ ടെമ്പറേച്ചർ, താപനിലയെ പറ്റിയും പഠിക്കുന്നു. കൂടാതെ തന്നെ താപം എങ്ങനെ മറ്റു വിവിധ ഊർജ്ജ രൂപങ്ങളിലേക്കും തിരിച്ചും, അതായത് താപം എങ്ങനെയാണ് മറ്റൊരു എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എനർജി എങ്ങനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു വിശാല തലത്തിലുള്ള ഒരു ബ്രാഞ്ചാണ്. ഇവിടെ നമ്മളൊരു പോയിന്റ് വിട്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് താപം എന്തായി മാറുന്നത്, പ്രവൃത്തിയായി മാറുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ താപം പ്രവൃത്തിയായി മാറുന്നു, അതോടൊപ്പം എന്തും ചെയ്യുന്നുണ്ട്, പ്രവൃത്തിയാണ്. താപം പ്രവൃത്തിയായി മാറുകയും അതോടൊപ്പം പ്രവൃത്തി എന്തായി മാറുകയും ചെയ്യുന്നുണ്ട്, താപമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻ്റർ കൺവേർഷനും എന്തോ പഠിക്കുന്നുണ്ട് നമ്മളുടെ താപഗതികം അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ. ഇത്തരത്തിലുള്ള ഇൻ്റർ കൺവേർഷനെ പറ്റിയും പഠിക്കുന്നുണ്ട്. ഹീറ്റ് എങ്ങനെ വർക്ക് ആവുന്നു, വർക്ക് എങ്ങനെ ഹീറ്റ് ആവുന്നു എന്നതിനെ പറ്റിയും പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഇൻട്രൊഡക്ഷൻ പോർഷനിനകത്ത് പറഞ്ഞായിരുന്നു ഹീറ്റുമായി ബന്ധപ്പെട്ട കലോറിക് തിയറി അല്ലെങ്കിൽ കലോറിക് തിയറി. അപ്പോൾ ഈ കലോറിക് തിയറിയിൽ നമ്മൾ എന്താ പഠിച്ചത്, താപം, ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ദ്രവ്യമാണ്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. അതിങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഏത് സിസ്റ്റമാണോ ഈ കലോറിക്ക് ഗെയിൻ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. ഏത് സിസ്റ്റമാണോ ഈ കലോറിക്ക് ലോസ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയും. ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം വെച്ചിട്ട് ഈ കലോറിക് തിയറിയിലൊക്കെ ഈ കലോറിക് എന്ന ഒരു ഫ്ലൂയിഡ് മാത്രമായിട്ടായിരുന്നു ഹീറ്റിനെ പറഞ്ഞത്. അപ്പോൾ ഹീറ്റിനെ ഒരു ഫ്ലൂയിഡായിട്ട് പറഞ്ഞ തിയറിയാണ് കലോറിക് തിയറി. പക്ഷേ നമുക്കറിയാം ഹീറ്റ് എന്താണ്, ഒരു എനർജി ഫോം അല്ലേ, ഒരു ഊർജ്ജ രൂപമാണ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് ഒരു എനർജി ഫോമാണ് എന്ന് പറഞ്ഞത്, ഹീറ്റ് ഒരു എനർജിയുടെ ഫോം ആണ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ബെഞ്ചമിൻ തോംസൺ. സയൻറ്റിസ്റ്റ് അല്ല, ഒരു
സയൻറ്റിസ്റ്റ് ആയിട്ട് പറയുന്നില്ല, ഒരു നോർമൽ പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഈ ഒരു റിലേഷനോട്ട് കണ്ടെത്തി ഒരു ദിവസം ഭയങ്കര ഫേമസ് ആയി മാറുകയും ചെയ്തു. ഹീറ്റ് ഒരു എനർജി ഫോം ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന സയൻറ്റിസ്റ്റാണ് ബെഞ്ചമിൻ തോംസൺ. അദ്ദേഹം ഈ ഒരു സിദ്ധാന്തം പറഞ്ഞത് 1798 കേട്ടോ. 1798 താപത്തെ ഒരു ഊർജ്ജ രൂപമായി നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ താപം എന്ന് പറയുന്നത് ഒരു ദ്രവ്യം മാത്രമാണ് എന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നിലനിരുന്നത്. താപം ഒരു ഊർജ്ജമാണെന്ന് പറഞ്ഞത് ബെഞ്ചമിൻ തോംസൺ ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റാണ്. ബെഞ്ചമിൻ തോംസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഹീറ്റ് ഒരു എനർജി ഫോം ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം. താപഗതികം വിശാല തലത്തിലുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അത് സ്ഥൂല വ്യവസ്ഥകളിൽ വ്യാപരിക്കുന്നു. അത് ദ്രവ്യത്തിൻ്റെ തന്മാത്രാ ഘടനയിലേക്കും മറ്റും കടന്നു ചെല്ലുന്നില്ല. അതായത് നമ്മൾ ഈ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ താപഗതികത്തിൽ നമ്മളൊരു സിസ്റ്റം എടുത്തിട്ട് ഒരു വ്യവസ്ഥ എടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കാൻ പോകും. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മോളിക്യൂൾസ് കാണല്ലോ. ഇപ്പോൾ നമ്മൾ കുറേ മോളിക്യൂൾസിനെ പഠിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ മോളിക്യൂൾസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം അഥവാ വ്യവസ്ഥ. അതായത് സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ആരെയാണോ നമ്മൾ തെർമോഡൈനാമിക്സിലൂടെ പഠിക്കാൻ തീരുമാനിക്കുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥ. അപ്പോൾ നമ്മളൊരു സിസ്റ്റം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ എടുക്കുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും പറ്റിയും തെർമോഡൈനാമിക്സിൽ പഠിക്കത്തില്ല. അതിനകത്ത് കാണാൻ പറ്റുന്ന മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസ്, സ്ഥൂലചരങ്ങൾ, മാക്രോസ്കോപ്പിക് വേരിയബിൾസ് അല്ലെങ്കിൽ സ്ഥൂലചരങ്ങളെ പറ്റിയായിരിക്കും തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, സ്ഥൂലചരം എന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കാണാൻ പറ്റുകയും പെട്ടെന്ന് അളക്കാൻ പറ്റുകയും ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥൂലചരങ്ങൾ. പെട്ടെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതായത് നമുക്ക് നോക്കിയാൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വേരിയേഷൻസ് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസാണ് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, കോമ്പോസിഷൻ. ഓക്കെ, ഉള്ളളവ്, അതുപോലെ തന്നെ മർദ്ദം, താപനില, ഘടന, മാസ്, പിണ്ഡം, ഇവയെല്ലാം നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ലേ? അവരെ നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയബിൾസ് ആണ് മാക്രോസ്കോപ്പിക് വേരിയബിൾസ് അല്ലെങ്കിൽ സ്ഥൂലചരങ്ങൾ. അപ്പോൾ തെർമോഡൈനാമിക്സ് എപ്പോഴും ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലൊന്നും കടന്നു ചെല്ലില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ പുറമെയുള്ള ബൾക്കായിട്ടുള്ള മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസിനെ മാത്രമേ അവർ സ്റ്റഡി ചെയ്യൂ. ഇൻ ഡെപ്ത് ആയിട്ട് നമുക്കിപ്പോൾ അറിയാം, മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ എന്താ, വളരെ ഉള്ളിലോട്ട് പോയി നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള ചരങ്ങളെയൊക്കെ പറ്റി ഡീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണെങ്കിൽ അവർ എന്ത് ഡീൽ ചെയ്യുമായിരുന്നു? മോളിക്യൂൾസിനെ പറ്റി, ആറ്റത്തെ പറ്റി, ഇവരുടെ വെലോസിറ്റി, ഇപ്പോൾ ഈ ഓരോ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ഓരോ മോളിക്യൂൾസിൻ്റെയും കോർഡിനേറ്റ്സ്, ഇതൊന്നും ആര് പറയുന്നില്ല? നമ്മളുടെ തെർമോഡൈനാമിക്സിൽ പറയുന്നില്ല. തെർമോഡൈനാമിക്സിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിലുള്ള മാക്രോസ്കോപ്പിക് വേരിയബിൾസിൻ്റെ ടേമിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അത് മൈക്രോസ്കോപ്പിക് തലങ്ങളിലേക്ക്, സൂക്ഷ്മ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ സൂക്ഷ്മ ചരങ്ങളെ ഇവർ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. മറിച്ച് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസിനെ മാത്രമേ അവർ എന്ത് ചെയ്യാറുള്ളൂ? കൺസിഡർ ചെയ്യുള്ളൂ. മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ഓർത്ത് വെക്കണം കേട്ടോ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, കോമ്പോസിഷൻ, ഘടന. ഓക്കെ, ഇവരാണ് നമ്മൾ പ്രധാനമായും പറയുന്ന മാക്രോസ്കോപ്പിക് വേരിയബിൾസ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു മോളിക്യൂൾസിനെയൊക്കെ ഇൻഡെപ്തായിട്ട് മോളിക്യൂൾസിനെ പറ്റിയോ ആറ്റത്തെ പറ്റിയോ ഇവർ പഠിക്കുന്നില്ല. പക്ഷേ മോളിക്യൂൾസിനെ ആറ്റത്തെയൊക്കെ പറ്റി പഠിക്കുന്ന മറ്റൊരു ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു തിയറി ഉണ്ട്. അത് കൈനറ്റിക് തിയറിയാണ് കേട്ടോ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? മോളിക്യൂൾസ് എങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ആറ്റംസ് എങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ മോളിക്കുലാർ മോഷനും ആറ്റത്തിൻ്റെയൊക്കെ മോഷനെ പറ്റി ഇൻഡെപ്തായിട്ട് പഠിക്കുന്നത് കൈനറ്റിക് തിയറിയാണ്. ഓക്കെ, ആ കൈനറ്റിക് തിയറി തെർമോഡൈനാമിക്സ് കണ്ടെത്തിയതിന് ശേഷമാണ് കൈനറ്റിക് തിയറി വന്നത്. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ തെർമോഡൈനാമിക്സിൽ എന്ത് ചെയ്യുന്നത്? ഈ പെരിഫറൽ ആയിട്ടുള്ള പുറമേയുള്ള മാക്രോസ്കോപ്പിക് വേരിയബിൾസിനെ പറ്റി മാത്രം പഠിക്കുന്നത്. ഓക്കെ, സോ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആണ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നതെന്ന് ഓർക്കുക. കാരണം പോയിന്റ് തന്നിട്ട് ഇതിനകത്ത് അത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസിനെ പറ്റി പഠിക്കുന്നു, സൂക്ഷ്മ ചരങ്ങളെ പറ്റി ഇവ പഠിക്കുന്നുണ്ട് എന്നൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഓർക്കുക, അത് തെറ്റാണ്. സൂക്ഷ്മ ചരങ്ങളെ പറ്റി പഠിക്കുന്നില്ല. പകരം അവർ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? സ്ഥൂല ചരങ്ങൾ, പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാനും പറ്റുകയും പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്ഥൂല ചരങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ,
ഇപ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പറഞ്ഞത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഹീറ്റിനെ പറ്റിയും അതുപോലെ തന്നെ വർക്കിനെ പറ്റിയും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ഹീറ്റ്, ടെമ്പറേച്ചർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് പഠിക്കുന്നു, ഹീറ്റ് എങ്ങനെ മറ്റു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു. ഇനി എങ്ങനെയാണ് ഹീറ്റ് വർക്ക് ആവുന്നത്, വർക്ക് എങ്ങനെ ഹീറ്റ് ആവുന്നു എന്നൊക്കെ പഠിക്കുന്നു. ആദ്യം ഇതിനെ ഒരു ഫ്ലൂയിഡായിട്ടാണ് കൺസിഡർ ചെയ്തത്. ബെഞ്ചമിൻ തോംസൺ 1798 പറഞ്ഞപ്പോഴാണ് ഇതെന്താണ് എന്ന് മനസ്സിലായത്. ഇതൊരു ഫോം ഓഫ് എനർജിയാണ് എന്ന് നമുക്ക് മനസ്സിലായത്. ഇത് പൊതുവെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസിനെ ബേസ് ചെയ്ത് മാത്രമാണ് സിസ്റ്റവുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്രോസ്കോപ്പിക് വേരിയബിൾസിനെ മെഷർ ചെയ്താണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ തെർമോഡൈനാമിക്സിനെയും മെക്കാനിക്സും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒരു മാറ്റവും ഇല്ല. സോ ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. അപ്പം നമ്മൾ മെക്കാനിക്സ് അല്ലെങ്കിൽ നമ്മൾ ബലതന്ത്രം എന്ന് പറയും, മലയാളത്തിൽ ബലതന്ത്രം എന്ന് പറയും. അപ്പം നമ്മൾ നോക്കിയേ, ഈ ഒരു മെക്കാനിക്സിൻ്റെ കേസിൽ നമ്മൾ എന്താണ് യൂഷ്വലി നമ്മൾ മെക്കാനിക്സിൽ എന്താ, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ബലം പ്രയോഗിക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ആ സിസ്റ്റത്തിനുണ്ടാകുന്ന മോഷനെ പറ്റി പഠിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഒരു ടോർക്ക് കൊടുക്കുന്നു, അപ്പോൾ ആ സിസ്റ്റത്തിനുണ്ടാകുന്ന മോഷനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ മെക്കാനിക്സിൽ മെയിൻലി നമ്മുടെ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള മോഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരു ഫോഴ്സോ ഒരു ടോർക്കോ നമ്മൾ സിസ്റ്റത്തിൽ കൊടുത്താൽ ആ സിസ്റ്റത്തിന് മൊത്തത്തിലുണ്ടാകുന്ന മോഷനെ പറ്റിയാണ് പഠിക്കുന്നത്. പക്ഷെ തെർമോഡൈനാമിക്സിൽ അങ്ങനെയല്ല, സിസ്റ്റത്തിൻ്റെ മോഷനെ പറ്റിയല്ല പഠിക്കുന്നത്, മറിച്ച് നമ്മൾ പറഞ്ഞ സ്ഥൂലമായിട്ടുള്ള ചരങ്ങളിലെ മാക്രോസ്കോപ്പിക് വേരിയബിൾസിന് എന്ത് മാറ്റം വരുന്നു എന്നാണ് തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അതായത് ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ അവർ മെയിനായിട്ട് പഠിക്കുന്നത് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ മാക്രോസ്കോപ്പിക് വേരിയബിൾസിന് മാറ്റം വരുന്നത്, അതിൻ്റെ മാക്രോസ്കോപ്പിക് വേരിയബിൾസിന് എന്ത് മാറ്റം വരുന്നു എന്നാണ് നമ്മുടെ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത്. പക്ഷേ ബലതന്ത്രം അല്ലെങ്കിൽ മെക്കാനിക്സിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഒരു സിസ്റ്റത്തിലേക്ക് ഫോഴ്സോ ടോർക്കോ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മോഷൻ എന്ത് സംഭവിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ബലതന്ത്രവും താപഗതികവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ബലതന്ത്രത്തിൽ നമ്മുടെ താല്പര്യം നാനാതരം ബലങ്ങളുടെയും ടോർക്കുകളുടെയും ചലനങ്ങൾക്ക് വിധേയമാവുന്ന വസ്തുക്കളെ പറ്റിയാണ്. അപ്പം നമ്മൾക്കൊരു ഒബ്ജക്റ്റിനുണ്ടാകുന്ന മോഷനെ പറ്റി, നമ്മളൊരു ഫോഴ്സോ ഒരു ടോർക്കോ സിസ്റ്റത്തിൽ കൊടുക്കുമ്പം ആ സിസ്റ്റത്തിന് എത്ര മോഷൻ ഉണ്ടാകുന്നു എന്നല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ താപഗതികത്തിൽ എന്താണ് നോക്കുന്നത്, ഒരു വ്യവസ്ഥയുടെ ആന്തരിക സ്ഥൂല അവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ട് അതിന് കുറേ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു. പ്രഷർ ഒരു മാക്രോസ്കോപ്പിക് വേരിയബിൾ ആണ്, വോളിയം, ടെമ്പറേച്ചർ, മാസ്, അതുപോലെ തന്നെ കോമ്പോസിഷൻ, ഇവരെല്ലാം ഓരോ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഈ മാക്രോസ്കോപ്പിക് വേരിയബിൾസിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇക്വൽബ്രിയത്തെ പറ്റിയാണ് പറയുന്നത്. തെർമോഡൈനാമിക്സിൽ ഇക്വൽബ്രിയം എന്താണ്? നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ബലതന്ത്രവും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വൽബ്രിയം കണ്ടീഷൻ പറയാം. നമ്മൾ മെക്കാനിക്സിൽ ഒരു സിസ്റ്റത്തിന് ഇക്വൽബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സോ അല്ലെങ്കിൽ ടോർക്കോ ആബ്സെൻ്റ് ആകുമ്പോഴാണ് അവർ ഇക്വൽബ്രിയം കണ്ടീഷനിൽ എത്തുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ. ഇനി എക്സ്റ്റേണൽ ടോർക്കിൻ്റെ ആബ്സെൻസിൽ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസർവേഷനിലേക്കാണ് നമ്മൾ ടോർക്കിൻ്റെ ഒരു ഇക്വൽബ്രിയം കണ്ടീഷനിൽ പോകുന്നത്. ഇപ്പോൾ അവിടെ ഇക്വൽബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സോ ടോർക്കോ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ അതുമായിട്ട് തീർത്തും വ്യത്യാസമാണ് തെർമോഡൈനാമിക്സിൽ ഇക്വൽബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ഇക്വൽബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തെർമോഡൈനാമിക്സ് എന്തിനെ പറ്റിയാണ് പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത്, മാക്രോസ്കോപ്പിക് വേരിയബിൾസിനെ മാത്രമാണ് അവർ മെഷർ ചെയ്യുന്നത്. പുറമേ ഉള്ള സ്ഥൂല ചരങ്ങളെ മാത്രമേ അവർ നോക്കൂ. അപ്പോൾ ഓരോ സ്ഥൂല ചലനങ്ങളും സമയത്തിനനുസരിച്ച് മാറുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇക്വൽബ്രിയം. തെർമോഡൈനാമിക്സിൽ ഇക്വൽബ്രിയം എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റം, ഒരു ഇനിഷ്യൽ കേസിൽ അതിൻ്റെ പ്രഷർ P, വോളിയം V, ടൈം T, ടെമ്പറേച്ചർ T. പ്രഷർ P, വോളിയം V, ടെമ്പറേച്ചർ T. അപ്പോൾ ഞാനിത് ആദ്യം ഇനിഷ്യലി ഞാനൊരു 10 PM ഈ ഒരു സിസ്റ്റം നോക്കിയത്. ആദ്യം ഞാനൊരു 10 മണിക്ക് നോക്കിയപ്പം പ്രഷർ PVT എന്നാണ് നിൽക്കുന്നത്. ഇനി ഞാൻ കുറേ കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോൾ നോക്കിയപ്പോഴും എനിക്ക് ഈ പ്രഷർ Pയും
വോളിയം വിയും ടെമ്പറേച്ചർ ടി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. അതിനർത്ഥം എന്താണ്? ഈ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഓരോ സമയത്തിനനുസരിച്ചും ഇത് മാറാതെ ഈ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എങ്ങനെയാണോ അവരങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അവർ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറയും ഇവർ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്, അല്ലെങ്കിൽ താപഗതികത്തിലെ സന്തുലിത അവസ്ഥയിലാണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഏത് വേരിയബിൾസ് നമ്മൾ പറയാവൂ? മാക്രോസ്കോപ്പിക് വേരിയബിൾസേ പറയാവുള്ളൂ കേട്ടോ. തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചരങ്ങളാണ്. വേരിയബിൾസിനെ പറ്റിയാണ്, വേരിയബിൾസിന് പറയുന്ന പേരാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. അവരിൽ തന്നെ നമ്മൾ പൊതുവേ പറയുന്നത് മാക്രോസ്കോപ്പിക് വേരിയബിൾസും ഉണ്ട്, മൈക്രോസ്കോപ്പിക് വേരിയബിൾസും ഉണ്ട്. പക്ഷെ തെർമോഡൈനാമിക്സിൽ മാക്രോസ്കോപ്പിക് വേരിയബിൾസിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. ഇത് ടൈമിനനുസരിച്ച് ഇത് മാറിയാലോ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലല്ല, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലല്ല എന്ന് പറയും. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. താപഗതികത്തിലെ സന്തുലിത അവസ്ഥയെ വിവക്ഷിക്കുന്നത് മറ്റൊരു പശ്ചാത്തലത്തിലാണ്. ഒരു വ്യവസ്ഥയിലെ സ്ഥൂലചരങ്ങൾ എന്നാണ് കേട്ടോ, മാക്രോ വേരിയബിൾസ് മാറ്റമില്ലാതിരിക്കുന്നുവെങ്കിൽ അതാണ് താപഗതികത്തിലെ സന്തുലിത അവസ്ഥ. ഓക്കെ, ഒരു സിസ്റ്റത്തിലെ എന്താണ് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അവരെ വിളിക്കാം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു വാതകത്തെ നമ്മളൊരു നിശ്ചിത പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ് ഘടനയുള്ള ഒരു വാതകത്തെ നമ്മളൊരു ഇൻസുലേറ്റിംഗ് വാൾ കൊണ്ട് അടച്ചിരിക്കുന്നു. ഇൻസുലേറ്റിംഗ് വാൾ എന്ന് പറയുമ്പോൾ താപരോധകമാണ്. അതായത് ആ സിസ്റ്റത്തിലുള്ള ടെമ്പറേച്ചർ അത് എന്ത് ചെയ്യത്തില്ല, പുറത്തേക്ക് വിടത്തില്ല. ഒരു പുറത്തേക്കുമായിട്ട് എന്ത് ചെയ്യത്തില്ല. ഇപ്പം ആദ്യം ആ സിസ്റ്റത്തിന് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് വാൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 ഡിഗ്രി സെൽഷ്യസ് പുറത്തേക്കും പോകത്തില്ല, വേറൊരു ടെമ്പറേച്ചർ അകത്തേക്കും വരത്തില്ല. ആ ടെമ്പറേച്ചർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയപ്പോൾ നമ്മളൊരു ഇൻസുലേറ്റിംഗ് വാൾ എടുക്കുന്നു. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റത്തിനകത്ത് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഞാനൊരു ഇൻസുലേറ്റിംഗ് വാൾ എടുത്തു. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, ആ 10 ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും, ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മാക്രോസ്കോപ്പിക് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ സമയത്തിനനുസരിച്ച് മാറുന്നില്ല എങ്കിൽ, അപ്പോൾ ആദ്യം നമ്മൾ മെഷർ ചെയ്തപ്പോഴും 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, രണ്ടാമത് മെഷർ ചെയ്യുമ്പോഴും 10 ഡിഗ്രി സെൽഷ്യസ്. കാരണം എന്താ, നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഇൻസുലേറ്റിംഗ് വാളാണ്, താപരോധകമായിട്ടുള്ള ഭിത്തിയാണ്. അതൊരിക്കലും താപത്തെ പുറത്തേക്കും വിടത്തില്ല, താപത്തെ സ്വീകരിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് എന്ത് പറ്റും, ഈ സിസ്റ്റത്തിൽ ഏത് സമയം നോക്കിയാലും നമുക്ക് ഈ 10 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ അതുപോലെ നിൽക്കും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ആണെങ്കിൽ ആ ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ താപനില സന്തുലിത അവസ്ഥ, അല്ലെങ്കിൽ താപീയ സന്തുലിത അവസ്ഥ. ഓക്കെ, അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, ഒരു മാക്രോസ്കോപ്പിക് വേരിയബിൾ ആയിട്ടുള്ള സ്ഥൂലചരമായിട്ടുള്ള ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിന്നാൽ അത്തരത്തിലുള്ള ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സിസ്റ്റം എടുത്തിട്ട് ഒരു സമ്പർക്കവുമില്ല, അതിൻ്റെ ചുറ്റുപാടുമായിട്ടൊരു സമ്പർക്കവും ഇല്ലാതെ വെക്കുന്നു. അതിൻ്റെ മർദ്ദവും ഉള്ളളവും താപനിലയും മാസും ഘടന എന്നിവ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എങ്കിൽ നമുക്ക് പറയാം അവരെന്താണ്, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. കാരണം ഒരു ക്വാണ്ടിറ്റിയും മാറുന്നില്ല. തെർമോഡൈനാമിക് വേരിയബിൾസ് എല്ലാം അതിൻ്റെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള തെർമോഡൈനാമിക് വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. സോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഒരു ടൈപ്പാണ് തെർമൽ ഇക്വിലിബ്രിയം. അതായത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറയുന്ന എല്ലാ മാക്രോസ്കോപ്പിക് വേരിയബിൾസും, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, കോമ്പോസിഷൻ, ഇവയെല്ലാം എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് അതിനെ നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ താപഗതിക സന്തുലിത അവസ്ഥ എന്ന് പറയും. പക്ഷേ ഇനി ടെമ്പറേച്ചർ ആണ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, തെർമൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ താപീയ സന്തുലിതാവസ്ഥ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതുമായിട്ടുള്ള ഡിഫറൻസ് നേരത്തെ പറഞ്ഞത് മനസ്സിലായല്ലോ. മെക്കാനിക്സും തെർമോഡൈനാമിക്സിൻ്റെ ഡിഫറൻസ്, മെക്കാനിക്സ് മോഷൻ, ഫോഴ്സോ ടോർക്കോ കൊടുത്ത സിസ്റ്റത്തിലുള്ള മോഷനെ പറ്റി പഠിക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ത് ചെയ്യുന്നു, അവരുടെ സർഫസിലുള്ള മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ഥൂല ചരങ്ങളെ പറ്റിയാണ് കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ തെർമോഡൈനാമിക്സിൽ
ഇക്വലിബ്രിയം എന്ന് പറയുമ്പോൾ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ത് ചെയ്യുന്നില്ല, ടൈമിനനുസരിച്ച് മാറാത്തൊരവസ്ഥയാണ് ഇക്വലിബ്രിയം. പക്ഷേ മെക്കാനിക്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സോ ടോർക്കോ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നില്ല. അതുവഴി എന്ത് ചെയ്യുന്നു, അതിൻ്റെ മൊമെൻറ്റമോ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാധാരണ കേസിൽ മെക്കാനിക്സിൽ ഇക്വലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെക്കാനിക്സും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ. ഓക്കെ, ഈ ഒരു തെർമൽ ഇക്വലിബ്രിയം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതുവഴിയാണ് നമ്മൾ ഇനി തെർമോഡൈനാമിക്സിൻ്റെ ലോയിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസസ് ആണ് പറയുന്നത്. AB 2 ഗ്യാസസ് എടുക്കുന്നു, അവരെ ഞാനൊരു അഡയബാറ്റിക് വാൾ കൊണ്ട്, അഡയബാറ്റിക് വാൾ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് വാൾ എന്നാണ് കേട്ടോ, താപരോധക ഭിത്തി. താപരോധക ഭിത്തി. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഉള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഇനിഷ്യലി ഇതാ നിങ്ങൾ P1 V1 ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക, ഇത് P2 V2 എന്ന് പറഞ്ഞാൽ മറ്റൊരു കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പോൾ ഈ P1 V1 ഇപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റം ഇങ്ങനെ ഒരു കണ്ടീഷൻ നിൽക്കുമ്പം ഇത് ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ഇക്വലിബ്രിയത്തിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഒരു X1 എന്ന് പറഞ്ഞൊരു പോയിന്റുമായിട്ട് ഇക്വലിബ്രിയത്തിലാണ്. കാരണം X1 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ അതേ പ്രഷറാണ് P1 എന്നുള്ള പ്രഷർ, V1 എന്നുള്ള വോളിയം. നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസിനെ എടുക്കാം കേട്ടോ, P, V, T, മാസ്, കോമ്പോസിഷൻ എല്ലാം എടുക്കാം. പക്ഷെ നമ്മൾ യൂഷ്വലി ഈ തെർമോഡൈനാമിക്സിൽ ഏതെങ്കിലും 2 വേരിയബിൾസിനെ ആയിരിക്കും പഠിക്കുന്നത്. 2 വേരിയബിൾസിനെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ 2 വേരിയബിൾസിനെയാണ് പഠിക്കുന്നത്. നമുക്കറിയാം ഇങ്ങനെയാണ് പല ലോസും നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേ-ലുസാക്സ് ലോ, അങ്ങനെ പല ലോകളും നമ്മൾ പഠിച്ചിട്ടില്ലേ. അവയിലെല്ലാം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 2 ക്വാണ്ടിറ്റീസിനെ പഠിക്കും, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ്ഡാണ്. നമ്മൾ PV, നമ്മൾ ബോയിൽസ് ലോ ഇല്ലേ, അപ്പോൾ നമ്മൾ അവിടെ എന്തോ പഠിച്ചത്, പ്രഷറും വോളിയത്തിൻ്റെയും ചേഞ്ചസ് നമ്മൾ പഠിക്കുന്നു, ടെമ്പറേച്ചർ ഫിക്സ്ഡ് അതുപോലെ. സോ ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ എന്ന് പറയുന്ന ഒരു ഗ്യാസിന് P1 V1 ആണ് അതിൻ്റെ പ്രഷറും വോളിയവും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റ് X1 എന്ന് പറഞ്ഞൊരു പോയിന്റുമായിട്ട് അത് ഇക്വലിബ്രിയത്തിലാണ്. അപ്പോൾ X1ൻ്റെ പ്രത്യേകത എന്തായിരിക്കും, X1ൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയാലും നമുക്കത് P1 V1 ആയിരിക്കും. ഇവിടെ നോക്കിയേ P2 V2 ഏതെങ്കിലും മറ്റൊരു പോയിന്റുമായിട്ട് എന്തായിരിക്കും, തെർമൽ ഇക്വലിബ്രിയം ആയിരിക്കും. അപ്പോൾ നമ്മളതിനെ X2 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ആ X2ൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അതിൻ്റെ പ്രഷറും P2 ആയിരിക്കും, അതിൻ്റെ വോളിയവും V2 ആയിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കിയേ ഈ P1ഉം P2ഉം V2ഉം ഇക്വലിബ്രിയത്തിൽ വരുമോ, ഇല്ല. കാരണം എന്താണ്, ഇവരുടെ ഇടയിലുള്ള വാള് ഒരു അഡയബാറ്റിക് വാളാണ്. അപ്പോൾ ഒരിക്കലും ഈ സിസ്റ്റത്തിലുള്ള കാര്യത്തെ അടുത്ത സിസ്റ്റത്തിലേക്കോ അടുത്ത സിസ്റ്റത്തിലുള്ള ആളെ ആദ്യത്തെ സിസ്റ്റത്തിലേക്കോ അവർ എന്ത് ചെയ്യത്തില്ല, ട്രാൻസ്ഫർ ചെയ്യത്തില്ല, താപത്തെ ഒരിക്കലും കടത്തിവിടത്തില്ല. ഇവരുടെ ടെമ്പറേച്ചർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഈ സിസ്റ്റം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇങ്ങനെ ഇരുന്ന ഒരു സിസ്റ്റം നമ്മൾ പെട്ടെന്ന് ഈ വാള് മാറ്റിയിട്ട് നമ്മളൊരു ഡയാതെർമൽ വാള് വെക്കുന്നു. ഡയാതെർമൽ വാളിന് ഡയാതെർമിക് തന്നെയാണ് കേട്ടോ മലയാളത്തിലും. ഡയാതെർമൽ വാളിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ഡയാതെർമൽ ഭിത്തി ഈ എയിൽ എത്ര ഹീറ്റ് ഉണ്ടോ അതിനെ ബിയിൽ കൊടുക്കും, അല്ലെ ബിയിൽ എത്ര ഹീറ്റ് ഉണ്ടോ അതിനെ എയിൽ കൊടുക്കും. അപ്പം നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ഒരു ഡയാതെർമൽ വാൾ വെച്ചാൽ എന്ത് സംഭവിക്കും, ഇപ്പം ഇവരിങ്ങനെ ഇരിക്കുന്നു, ഇപ്പം ഈ ഒരു P1 V1 ഇരിക്കുന്നു, ഇത് P2 V2 ഇരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഹീറ്റൊക്കെ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്ത് ഇവരുടെ കോർഡിനേറ്റ്സ് മൊത്തത്തിൽ മാറും. ഓക്കെ, കാരണം ഇവിടുന്ന് ഗ്യാസ് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ പ്രഷറിനൊരു വേരിയേഷൻ വരാം, ഇവിടുത്തെ വോളിയത്തിനൊരു വേരിയേഷൻ വരാം. അങ്ങനെ ഇപ്പോൾ P1 V1 എന്നല്ല, അവരൊരു പുതിയ കണ്ടീഷനിലേക്ക് അറ്റൈൻ ചെയ്യുന്നു, P1' V1'. അതിന് കാരണം എന്താ, നമ്മളിപ്പോൾ ഇവരുടെ ഇടയിലുള്ള വാൾ അങ്ങ് മാറ്റുക. അപ്പോൾ ഈ വാൾ മാറ്റിയപ്പം ഈ 2 ഗ്യാസസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വാൾ മാറ്റിയെന്ന് പറഞ്ഞാൽ വാളിന് പകരം നമ്മൾ ഡയാതെർമിക് വാൾ വെച്ചു. നേരത്തെ അഡയബാറ്റിക്കാണ്, ഒരു ട്രാൻസ്ഫർ നടക്കില്ല. ഡയാതെർമിക് ആകുമ്പം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇവിടെ ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇവരുടെ പ്രഷർ വേരിയേഷനൊക്കെ, പ്രഷറിനും വോളിയത്തിനും ഒക്കെ കോർഡിനേറ്റ്സിന് മാറ്റം വരാം. ചിലപ്പോൾ ഒരു സിസ്റ്റം പ്രഷർ കൂടുതൽ ഗെയിൻ ചെയ്യാം, ഒരു സിസ്റ്റത്തിന് വോളിയം കുറയാം. അങ്ങനെ ഇവരുടെ പ്രഷറും വോളിയവും മാറും, ഇവരുടെയും പ്രഷറും വോളിയവും മാറും. പക്ഷെ ഇവരെന്തിന് പറ്റും, 2 പേരും ഇക്വലിബ്രിയത്തിൽ വരും. അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ P1' V1'
P2 ഡാഷും V2 ഡാഷും എന്തായി മാറും? ഈക്വലായി മാറും. ആദ്യം ഇവരുടെ പ്രഷർ P1 V1 P2 V2 ഇരിക്കുകയാണ്. ഇവരെ നമ്മൾ മാറ്റി ഡയാതെർമൽ വാൾ വെക്കുന്നു. ഡയാതെർമൽ വാൾ വെക്കുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് നടന്ന് അവരൊരു പുതിയ കണ്ടീഷനിലെത്തി. P1 V1 P1 ഡാഷ് V1 ഡാഷ് P2 ഡാഷ് V2 ഡാഷ്. പിന്നെ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവർ രണ്ടും ഒരുപോലായി മാറും. അതായത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രഷറും വോളിയവും അടുത്ത സിസ്റ്റത്തിൻ്റെ പ്രഷറും വോളിയവും എന്തായി മാറും? ഈക്വലായി മാറും. അവർ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? അറ്റൈൻ ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ തെർമൽ ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ നെക്സ്റ്റ് 0th ലോയിലേക്ക് വരുന്നത്. ഫിഗർ ഉണ്ടോ? അപ്പോൾ ഫസ്റ്റ് ലോ അല്ല 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആക്ച്വലി 0th ലോയാണ് മൂന്നാമത് കണ്ടുപിടിച്ചത്. നമുക്ക് തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, പിന്നെ കണ്ടുപിടിച്ചതാണ് ആക്ച്വലി 0th ലോ. പക്ഷേ ഈ 0th ലോ നമ്മുടെ ഫണ്ടമെൻ്റൽ ലോ ആണ്. അത് നമ്മളിപ്പം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് അതങ്ങ് മനസ്സിലാവും. അതൊരു ഫണ്ടമെൻ്റൽ ലോ ആയതുകൊണ്ട് നമ്മൾ 0th ലോയെ ആദ്യം കൊടുക്കണം. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊണ്ട് അവർ 0th ലോയെ ആദ്യം കൊടുത്തു. മനസ്സിലായോ? അതായത് 3rd ലോ ആയിട്ടാണ് കണ്ടുപിടിച്ചത്. ആദ്യം ഫസ്റ്റ് ലോ കണ്ടുപിടിച്ചു, സെക്കൻഡ് ലോ കണ്ടുപിടിച്ചു, അവസാനമാണ് ഈ 0th ലോ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് 3rd ലോ ഒന്ന് കൊടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ലോയുടെയും സെക്കൻഡ് ലോയുടെയും ഒക്കെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ഫണ്ടമെൻ്റൽ ആണ് ഈ 0th ലോ. അപ്പോൾ അയാളെ മൂന്നാമത് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ അയാളെ ആദ്യം കൊടുക്കണം. RH ഫ്ലേവർ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ് 1931 ഈ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. 1931 RH ഫ്ലവർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഈ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞിട്ട് ഈ ഒരു എക്സ്പ്ലനേഷനിലോട്ട് പോകാം. അന്നേരം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാനാണ് ഇവിടെ ഒരു സിസ്റ്റം എടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റത്തിൽ A-C-B ഇങ്ങനെ 3 സിസ്റ്റം എടുക്കുന്നു. 3 സിസ്റ്റമാണ് എടുക്കുന്നത്. ഇത് A, ഇത് B, ഇവിടെ C. എയും ബിയെയും ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു അഡിയബാറ്റിക് വാൾ യൂസ് ചെയ്താണ്. അഡിയബാറ്റിക് ആയിട്ടുള്ള വാൾ യൂസ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ എയും സിയെയും ബിയെയും സിയെയും നോക്കി, ഈ AB എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇടയിലായിട്ട് സിയെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ഡയാതെർമിക് വാൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ എന്തൊക്കെ സംഭവിക്കാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഡയാതെർമിക് വാൾ അല്ലേ. ഡയാതെർമിക് വാളിൻ്റെ പ്രത്യേകത എന്താ? അത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതല്ല, ഇത് ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് ഹീറ്റിനെ റിലീസ് ചെയ്യും. അവർ ഹീറ്റിനെ എന്ത് ചെയ്യും? ഈസി ആയിട്ട് കടത്തിവിടുന്ന ഒരു വാളാണ് ഡയാതെർമിക് വാൾ. ആ വാൾ എന്ത് ചെയ്യത്തില്ല? ഹീറ്റിനെ, താപത്തെ എന്ത് ചെയ്യത്തില്ല? പ്രതിരോധിക്കത്തില്ല. പകരം എന്ത് ചെയ്യുന്നു? താപത്തെ കടത്തിവിടുന്നു. അപ്പം നിങ്ങൾ നോക്കി, സിയിൽ നിന്നും എയിലേക്ക് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സിയിൽ നിന്നും ബിയിലോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഈ ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോൾ വരെ നടക്കും? ഒരു സിസ്റ്റത്തിൽ നമുക്കറിയാം, ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്, ഒരിടത്ത് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയെടുത്തൊന്നും കുറഞ്ഞിടത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഹീറ്റ് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് എപ്പോൾ വരെ സംഭവിക്കും? 2 സിസ്റ്റത്തിനും സെയിം ടെമ്പറേച്ചർ ആകുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. 2 സിസ്റ്റത്തിനും സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഏത് കണ്ടീഷൻ അറ്റൈൻ ചെയ്തു? താപീയ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം അല്ലേ അവർ അറ്റൈൻ ചെയ്തത്. 2 സിസ്റ്റത്തിനും സെയിം ടെമ്പറേച്ചർ, മാക്രോസ്കോപ്പിക് വേരിയബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാവത് ഏത് ഇക്വിലിബ്രിയം? യെസ്, തെർമൽ ഇക്വിലിബ്രിയം. അപ്പം നമ്മൾ നോക്കിയേ, ഈ ഇങ്ങനെ ഒരു ഡയാതെർമിക് വാൾ വെച്ചതുകൊണ്ട് നമ്മുടെ എയും സിയും എന്തിൽ വരും? ഇക്വിലിബ്രിയത്തിൽ വരും. ഇക്വിലിബ്രിയത്തിൻ്റെ സിമ്പൽ അല്ലേ ഇത്. അപ്പോൾ എയും സിയും ഇക്വിലിബ്രിയത്തിലാണ്. ഇനി നമ്മൾ നോക്കിയേ, ഇനി അതുപോലെ തന്നെ ഈ ബിയെയും സിയെയും സെപ്പറേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഡയാതെർമിക് വാളല്ലേ. ഇതുപോലെ തന്നെ താപത്തെ കടത്തിവിടുന്ന മറ്റൊരു ഡയാതെർമിക് വാളാണ് നമ്മുടെ ബിയെയും സിയെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ബിയും സി എന്ത് ചെയ്യും? ഇങ്ങനെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നോണ്ടിരിക്കും? ഹീറ്റ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. എപ്പോൾ വരെ? 2 സിസ്റ്റത്തിലും സെയിം ടെമ്പറേച്ചർ എത്തുന്നത് വരെ. അതായത് 2 സിസ്റ്റം എന്തിൽ അറ്റൈൻ ചെയ്യും? തെർമൽ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യും. സോ ബിയും സിയും എന്ത് ചെയ്യുന്നു? തെർമൽ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ, അപ്പം നമ്മളിങ്ങനെ എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ ഇടയിൽ വെച്ചിരിക്കുന്നത് ഒരു അഡിയബാറ്റിക് വാളാണ്. അപ്പം ഞാൻ ദാ ഈ അഡിയബാറ്റിക് വാളങ്ങ്
മാറ്റിയിട്ട് ഇവർ ഒരു ഡയാതെർമിക് വാൾ എടുത്ത് വെക്കാൻ പോകും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു സിസ്റ്റം. ഇവിടെ ഒരു ഡയാതെർമൽ വാൾ, ഇവിടെ ഒരു അഡിയാബാറ്റിക് വാൾ. അപ്പം നമ്മൾ ഈ ഡയാതെർമൽ വാൾ കാരണം ഇവിടെ രണ്ടുപേരുടെയും സെയിം ടെമ്പറേച്ചറായി. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ടി ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചറും ടി, ഇവിടുത്തെ ടെമ്പറേച്ചർ ടി ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചറും ടി. ഇനി ഞാനാണെങ്കിൽ ഈ അഡിയാബാറ്റിക് വാൾ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. അഡിയാബാറ്റിക് വാൾ മാറ്റി ഞാൻ ഡയാതെർമൽ വാൾ വെക്കുമ്പോഴേ എനിക്ക് കാണാൻ പറ്റും എന്താണ് ആ ഡയാതെർമൽ വാൾ വെക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവരിപ്പോൾ ടി എനിക്ക് ആ ഡയാതെർമൽ വാൾ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതായത് മനസ്സിലായോ? ഇവിടെ നമ്മൾ ഡയാതെർമൽ വാൾ വെച്ചപ്പം ഇവിടുത്തെ ടി, ഇവിടെയും ടി, ഇവിടെയും ടി, ഇവിടെയും ടി ഇങ്ങനെ ഇരിക്കുവാണ്. അതായത് ഇവിടെ എത്ര ടെമ്പറേച്ചർ ആണോ, ഇപ്പോൾ ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെയും 10 ഡിഗ്രി സെൽഷ്യസ് ഇവർ തെർമൽ ഇക്വിലിബ്രിയം വഴി അറ്റൈൻ ചെയ്യുന്നു. ഇനി ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇവരും തെർമൽ ഇക്വിലിബ്രിയം വഴി 10 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യുന്നു. അപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു അഡിയാബാറ്റിക് വാൾ വെക്കുന്നു. അഡിയാബാറ്റിക് വാൾ വെച്ചാൽ ഇവർ തമ്മിൽ ഒരു ഇൻട്രാക്ഷനും നടക്കുന്നില്ല. പക്ഷേ ഇവർ ഇൻട്രാക്ഷൻ ഒന്നും നടന്നില്ലെങ്കിലും നിങ്ങൾ നോക്കിയേ, എയും ബിയും എന്തായി? തെർമൽ ഇക്വിലിബ്രിയത്തിലല്ലേ? എയിലും 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, ബിയിലും 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഈ അഡിയാബാറ്റിക്കിന് പകരം ഇനി ഇവിടെ ഒരു ഡയാതെർമിക് വെച്ചാലും വലിയ മാറ്റം ഉണ്ടോ? ഇല്ല. കാരണം ഒരു അഡിയാബാറ്റിക് വാൾ ഇരുന്നിട്ട് പോലും ഇവരെന്തിൽ വന്നു? തെർമൽ ഇക്വിലിബ്രിയത്തിൽ വന്നു. അപ്പോൾ ഇവരെങ്ങനെയാണ് തെർമൽ ഇക്വിലിബ്രിയത്തിൽ വന്നത്? ഒരു ഡയാതെർമിക് വാൾ വെച്ചിട്ട് നമ്മളൊരു സിസ്റ്റത്തെ ഇവിടെ കൊണ്ടുവരുന്നു. ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാകുന്നു. അപ്പോൾ ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് കോമൺ ടെമ്പറേച്ചർ എത്തുന്നു. അതുപോലെ തന്നെ ഈ സിസ്റ്റവും നമ്മളെ അടുത്ത സിസ്റ്റം ബിയുമായിട്ടും എന്താകുന്നു? തെർമൽ ഇക്വിലിബ്രിയത്തിലാകുന്നു. ഇനി നമുക്ക് മനസ്സിലാകും ഈ രണ്ട് സിസ്റ്റം അഡിയാബാറ്റിക് വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്ത രണ്ട് സിസ്റ്റം എന്തായി മാറി? തെർമൽ ഇക്വിലിബ്രിയമായിട്ട് മാറി. ഓക്കെ, സോ നമ്മൾ രണ്ട് സിസ്റ്റം, ഏതെങ്കിലും രണ്ട് സിസ്റ്റത്തെ ഒരു അഡിയാബാറ്റിക് വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു അഡിയാബാറ്റിക് വാൾ വെച്ച് നമ്മൾ രണ്ട് സിസ്റ്റത്തെ സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മൾ അവരെ കണക്ട് ചെയ്തുകൊണ്ട് കോമൺ ആയിട്ട് മറ്റൊരു സിസ്റ്റത്തെ ഡയാതെർമൽ വാൾ വഴി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ രണ്ട് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന അഡിയാബാറ്റിക് വാൾ വെച്ച് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് സിസ്റ്റവും എന്താവുന്നു? തെർമൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. നമ്മുടെ ടെക്സ്റ്റിൽ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് പറയുന്നത്? ആദ്യം ഡയാതെർമൽ വാൾ വെച്ചു, ഈ ഒരു സിസ്റ്റം അവർ കണ്ടീഷൻ അറ്റൈൻ ചെയ്തു. പിന്നെ അവർ പറയുന്നത് അഡിയാബാറ്റിക് വാളിനെ മാറ്റിക്കൊണ്ട് ഡയാതെർമൽ വാൾ വെക്കുന്നു. അപ്പോൾ ആ ഡയാതെർമൽ വാൾ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രണ്ട് ടെമ്പറേച്ചർ ഓൾറെഡി ഈ രണ്ട് സിസ്റ്റവും തെർമൽ ഇക്വിലിബ്രിയമാണ്. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, കാരണം അവർ തെർമൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ലോ ആണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ലോ ആണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റിലോട്ട് നമുക്ക് പോവാം. താപഗതികത്തിലെ 0th നിയമത്തിൽ പറയുന്നത് രണ്ട് വ്യത്യസ്ത വ്യവസ്ഥകൾ, നമ്മളിവിടെ രണ്ട് വ്യത്യസ്ത വ്യവസ്ഥകൾ എന്ന് പറഞ്ഞത് നമ്മുടെ കേസിൽ എയും ബിയും ആണ് കേട്ടോ. രണ്ട് വ്യത്യസ്ത വ്യവസ്ഥകൾ എ ആൻഡ് ബി, നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നാമതൊരു വ്യവസ്ഥയുമായി താപസന്തുലനത്തിലാകുന്നുവെങ്കിൽ വ്യവസ്ഥകളെല്ലാം താപസന്തുലനത്തിലായിരിക്കും അല്ലേ? ഇവിടെ നമ്മൾ നോക്കി എ ബി എന്ന് പറഞ്ഞ രണ്ട് സിസ്റ്റം, അവർ വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം എന്താ? അവരെ നമ്മൾ രണ്ടുപേരെ അഡിയാബാറ്റിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ രണ്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നു? മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് വെക്കുമ്പം ഇവരെല്ലാം എന്ത് വരുന്നു? മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് അവർ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഈ രണ്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നു? മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് എന്താണ്? തെർമൽ ഇക്വിലിബ്രിയം ആണ്. അത് സെപ്പറേറ്റ്ലി, ഇംഗ്ലീഷിനകത്താണെങ്കിൽ സെപ്പറേറ്റ്ലി എന്നൊരു ടേം ഉണ്ട് കേട്ടോ, അത് കറക്റ്റ് ആണ്. അതായത് എയും ബിയും എന്താണ്? സിയുമായിട്ട് സെപ്പറേറ്റ് ഇക്വിലിബ്രിയത്തിലല്ലേ? അതായത് എയും സിയും തെർമൽ ഇക്വിലിബ്രിയം, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ്ലി നമ്മൾ കണക്ട് ചെയ്യുവാണ് എങ്കിൽ ഈ വ്യവസ്ഥകളെല്ലാം എ ബി സി എല്ലാം എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ഏത് ടേം ആണ് അല്ലെങ്കിൽ ഏതൊരു കോൺസെപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്നൊരു കണ്ടീഷൻ അല്ലേ നമ്മുടെ 0th ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം വഴി ഏത് ക്വാണ്ടിറ്റിയുടെ കാര്യമാണ് പറയുന്നത്? ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ എന്ന ആശയത്തിലേക്ക് നയിച്ചത് 0th ലോയാണ്. അപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചറിനെയും ഹീറ്റിനെയും മെഷർ ചെയ്യുന്ന ഒരു ഫിസിക്സിന്റെ ബ്രാഞ്ച് അല്ലേ തെർമോഡൈനാമിക്സ്. സോ ടെമ്പറേച്ചറിനെ പറ്റി പറയുന്നു അല്ലെ? ടെമ്പറേച്ചർ എന്ന ആശയം മുന്നോട്ട് വെച്ച് തെർമോഡൈനാമിക്സ് ലോ എന്ന് ചോദിച്ചാൽ 0th ലോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഓരോന്നിനും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏത് ആശയമാണ്
ആദ്യമാണ് മുന്നോട്ട് വെച്ചത് ടെമ്പറേച്ചർ അഥവാ താപനില എന്ന ആശയം മുന്നോട്ട് വെച്ചതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മുടെ ടെമ്പറേച്ചറിനെ പറ്റിയല്ലേ പറയുന്നത്, നമ്മുടെ ഫണ്ടമെന്റൽ കാര്യമല്ലേ. അപ്പോൾ ഇത് 1931 കണ്ടെത്തിയെങ്കിലും ഇയാളാണ് ബേസ്. ഇതിൽ നിന്നും വേണം ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓൾറെഡി അവർ ഫസ്റ്റ് എന്നും സെക്കൻഡ് എന്നും പേരിട്ടു. അപ്പോൾ ഇയാൾക്ക് എന്ത് പേര് കൊടുത്തു? സീറോത്ത്. കാരണം ഫസ്റ്റിന് മുന്നേ അല്ലേ സീറോ എന്ന് പറയുന്നത്, 1 മുന്നേ. സോ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നൊരു പേര് കൊടുത്തു. ഓക്കെ, മലയാളത്തിൽ ഉള്ള ഈ ഒരു ഡെഫിനിഷൻ നല്ല രീതിയിൽ നോക്കി വെക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോ എടുത്ത് പറയുന്നുണ്ട്. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് നമ്മുടെ ടോപ്പിക് എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ലോ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. 2 വ്യത്യസ്ത വ്യവസ്ഥകൾ മൂന്നാമതൊരു വ്യവസ്ഥയുമായി താപസന്തുലനത്തിനാകുന്നുവെങ്കിൽ വ്യവസ്ഥകളെല്ലാം തന്നെ എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത് ടെമ്പറേച്ചർ എന്ന കോൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, 1931 ഈ ലോ വന്നതെന്ന് കൂടെ നോക്കണം കേട്ടോ. ടെക്സ്റ്റിലുള്ള അതേ പോയിന്റുകളാണ്, ഇയേഴ്സ് എല്ലാം ടെക്സ്റ്റിലുള്ളതാണ്. നിങ്ങളത് അതുപോലെ തന്നെ പഠിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 1798 ഹീറ്റിന് എനർജി ആയിട്ട് ബെഞ്ചമിൻ തോംസൺ പറഞ്ഞത്, അതും ടെക്സ്റ്റിലുള്ളതാണ്. ഇയേഴ്സ് എല്ലാം ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ആ ഇയേഴ്സ് നോക്കി വെക്കാം. ഓക്കെ, ഇനി തെർമൽ ഇക്വിലിബ്രിയം, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. 2 വസ്തുക്കൾ താപീയ സമ്പർക്കത്തിലിരിക്കുമ്പോൾ താപം ഒഴുകുന്ന ദിശ താപനില വ്യത്യാസത്തിലൂടെ കണ്ടെത്തുന്നു. താപത്തിൻ്റെ ഒഴുക്ക് ഉയർന്ന താപനിലയിൽ, അതായത് നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസിൽ നിന്നും ഉള്ള ഒരു ഫ്ലോ ആണ്. ടെമ്പറേച്ചർ കൂടിയെടുത്തു നിന്നും കുറഞ്ഞിടത്തേക്കായിരിക്കും എപ്പോഴും താപം ഒഴുകുന്നത്. അപ്പോൾ താപത്തിൻ്റെ ദിശ ആരാ ഡിറ്റർമിൻ ചെയ്യുന്നത്? താപം ഒഴുകുന്നത് ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ അല്ലേ. പക്ഷെ താപത്തിൻ്റെ ദിശ തീരുമാനിക്കുന്ന ആരായിരിക്കും? താപനിലയാണ് അല്ലേ. താപനിലയുടെ ബേസിലല്ലേ ടെമ്പറേച്ചർ ഫ്ലോ അല്ല, താപനിലയുടെ ബേസിലല്ലേ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം താപനിലയാണ് ഏത് ഡയറക്ഷനിൽ ഹീറ്റ് ഫ്ലോ ചെയ്യണം. താപനില കൂടുതലാണെങ്കിൽ അവിടെ നിന്നും കുറഞ്ഞിടത്തേക്ക്, താപനില കുറവാണെങ്കിലോ കൂടിയെടുത്തു നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യണം. അപ്പം ഏത് ഡയറക്ഷൻ ആയിരിക്കണം? ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോയെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ആര്? താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയും ആവറേജ് കൈനറ്റിക് എനർജിയും ആരാണ്? ടെമ്പറേച്ചർ ഏതാണ്, ഇതിനകത്ത് ഹീറ്റ് ഏതാണ്? അതായത് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഉള്ള മോളിക്യൂൾസിൻ്റെ തന്മാത്രകളുടെ മൊത്തം കൈനറ്റിക് എനർജി, ആകെയുള്ള ഗതികോർജം ആരാണ്? ഹീറ്റാണോ അതോ നമ്മളുടെ ടെമ്പറേച്ചർ ആണോ? ഹീറ്റാണ് കേട്ടോ. ഒരു സിസ്റ്റത്തിലെ മോളിക്യൂൾസിൻ്റെ ആകെയുള്ള ഗതികോർജമാണ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ ആകെയുള്ള ഗതികോർജം, ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. എന്നാൽ മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി, ശരാശരി ഗതികോർജമാണ് ടെമ്പറേച്ചർ. ഓക്കെ, 1 വേർഡിൽ കണ്ടതാണേ നമ്മൾ. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി, ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ അത് എല്ലാ മോളിക്യൂൾസിനും കിട്ടുന്നു. സോ ഒരു സിസ്റ്റത്തിലെ ഹീറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയാണ്. ടോട്ടൽ കൈനറ്റിക് എനർജി എല്ലാ മോളിക്യൂൾസിൻ്റെയും കൈനറ്റിക് എനർജിയാണ്. പക്ഷേ എല്ലാ മോളിക്യൂൾസിൻ്റെയും ആവറേജ്, ശരാശരി കൈനറ്റിക് എനർജിയാണ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഓൾ മോളിക്യൂൾസ് ഈസ് റെഫേർഡ് ആസ് ടെമ്പറേച്ചർ, താപനില, ശരാശരി കൈനറ്റിക് എനർജി. ഓക്കെ, ഇത് നമ്മൾ പറയുന്നു എന്താണ്ട് താഴ്ന്ന ഇങ്ങനെ 2 ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ഒബ്ജക്ട്സുകളെ കോൺടാക്റ്റിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടിയ ഒബ്ജക്റ്റിൽ നിന്നും കുറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇത് എപ്പോൾ വരെ നടക്കും? ഈ 2 പേരുടെയും താപനില ഒരുപോലെ ആകുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപസന്തുലിത അവസ്ഥ അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം. ഇത് ഓൾറെഡി നമ്മൾ ഡീൽ ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്റേണൽ എനർജീനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ് ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ആന്തരിക ഊർജ്ജം. നമ്മൾ ക്യാപിറ്റൽ യു കൊണ്ടാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജിയെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പം ഇന്റേണൽ എനർജി പറയുന്നത് ഒരു സിസ്റ്റത്തിലെ മോളിക്യൂൾസിൻ്റെ, അപ്പോൾ ഒരു മോളിക്യൂൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം എടുക്കുമ്പോൾ നമുക്കറിയാം ആ സിസ്റ്റത്തിൽ മൊത്തം നമ്മൾ എടുക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കാനായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയെ, അപ്പോൾ ഏത് മോളിക്യൂൾസിനെയാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത്, അപ്പോൾ അവരുടെ ആ ഒരു ഗ്രൂപ്പിനെ, കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം.
അപ്പോൾ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനെ ആയിരിക്കും തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് പുറത്തുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാട് കേട്ടോ. സിസ്റ്റമാണ് നമ്മൾ പഠിക്കാനായിട്ട് എടുക്കുന്നത്. വ്യവസ്ഥ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിൾസിനെ പറ്റി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിന് പുറത്തുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാട്. നോക്കിയോക്കട്ടെ. അപ്പം നമുക്കറിയാം ഒരു സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിറയെ എന്ത് കാണും? നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അവർ മോളിക്യൂൾസ് ആകാം, ആറ്റംസ് ആകാം. അപ്പം ഈ നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. ഇപ്പോൾ നമ്മൾ മോളിക്യൂൾസ് എടുത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂഷ്വലി തെർമോഡൈനാമിക്സിൽ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ആ സിസ്റ്റത്തിലെ മോളിക്യൂൾസ്, ആ മോളിക്യൂൾസിന് എന്തുണ്ട്? ഒന്ന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, സ്ഥിതികോർജം. അതോടൊപ്പം തന്നെ മോളിക്യൂൾസിന് എന്തും കാണും? കൈനറ്റിക് എനർജിയും കാണും. ഇവിടെ എഴുതാമേ. അതായത് സിസ്റ്റത്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, അതോടൊപ്പം തന്നെ മോളിക്യൂൾസിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യു, ഇന്റേണൽ എനർജി. നമ്മൾ ഓൾറെഡി ഈ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി വേറൊരു ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചു. അത് മെക്കാനിക്സിലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മാണ് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രികോർജ്ജം. യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് സ്ഥിതികോർജ്ജത്തിൻ്റെയും ഗതികോർജ്ജത്തിൻ്റെയും തുകയാണ് എന്ന് നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചു. പക്ഷെ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ കേസിൽ. ഇവിടെ ഞാനിപ്പോൾ ഒരു സിസ്റ്റം എടുക്കുന്നു, ഞാനൊരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിനകത്ത് എന്ത് ചെയ്തു? കുറേ ഗ്യാസ് മോളിക്യൂൾസിനെ ഫില്ല് ചെയ്തു. എന്നിട്ട് ആ മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഞാൻ മെഷർ ചെയ്തു. അപ്പോഴുള്ള കിട്ടിയതാണ് ഇന്റേണൽ എനർജി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഞാൻ എടുത്ത് ഈ ബോക്സിനെ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അതായത് ഞാൻ ഈ ആ ബോക്സിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും പഠിക്കുന്നുണ്ട്, കൈനറ്റിക് എനർജിയും പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ബോക്സിനെ മൂവ് ചെയ്യും. അപ്പോൾ ഈ ബോക്സിനെ ഞാൻ മൂവ് ചെയ്യുമ്പം ബോക്സിന് എന്ത് കാണും? ഒരു കൈനറ്റിക് എനർജി കാണും. പക്ഷെ നിങ്ങൾ ഓർക്കുക, തെർമോഡൈനാമിക്സിൽ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ മോഷൻ നോക്കില്ല. നമ്മൾ യൂഷ്വലി സിസ്റ്റത്തെ റെസ്റ്റിൽ വെച്ചാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ സിസ്റ്റത്തെ മൂവ് ചെയ്താലും ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി ഇന്റേണൽ എനർജിയുടെ പാർട്ടായിട്ട് മാറുന്നില്ല. നമ്മൾ എടുക്കുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ മാത്രം എനർജിയെ നമ്മൾ കൺസിഡർ ചെയ്യൂ. അല്ലാതെ ആ സിസ്റ്റം നമ്മളിപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്തു, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആ സിസ്റ്റം എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അത് നമ്മൾ നോക്കുന്നില്ല. മറിച്ച് നമ്മൾ നോക്കുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ആന്തരികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റത്തിൽ എത്രമാത്രം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു റാൻഡംനെസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ക്രമരഹിതം, എത്രമാത്രം അത് ക്രമരഹിതമാകുന്നു എന്നുള്ളൊരു മെഷർമെൻ്റ് ആയിട്ട് പറയാം. കാരണം ഈ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ആ ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു ഓർഡർനെസ് അങ്ങ് മാറുമല്ലേ. ഓർഡേർഡ് ആയിട്ടിരുന്ന സ്റ്റേറ്റിൽ എന്തായി? അതൊരു ഡിസോർഡേർഡ് ആയി. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എത്രമാത്രം ഡിസോർഡർനെസ് ഉണ്ട് അല്ലെങ്കിൽ ക്രമരഹിതമുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു എനർജി ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ എനർജി നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അത് ആരെ ഡിപ്പെൻഡ് ചെയ്യും? അത് ആരുടെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി വോളിയത്തിൻ്റെ ഫംഗ്ഷൻ ആണ് അല്ലേ. ഒരു സിസ്റ്റത്തിൻ്റെ വോളിയം അനുസരിച്ച്, അതായത് വോളിയം കൂടിയ പൊട്ടൻഷ്യൽ എനർജി കൂടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ ഈ മൂവബിൾ ആയിട്ടുള്ള ഒരു പിസ്റ്റനുള്ള ഒരു സിലിണ്ടർ എടുക്കുന്നു. ഇങ്ങനൊരു സിലിണ്ടർ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു സിലിണ്ടർ വെച്ച് നമ്മളിങ്ങനെ, ഇവിടെ ഗ്യാസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യ സിസ്റ്റം ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക. അപ്പോൾ ഇത്രയും പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഈ മോളിക്യൂൾസ് അതിൻ്റെ പൊസിഷൻ കൊണ്ട് ലഭിക്കുന്ന എനർജി അല്ലേ. മോളിക്യൂൾസിന് അവരുടെ പൊസിഷൻ കൊണ്ട്, അതായത് ആ ഒരു സിസ്റ്റത്തിന് അതിൻ്റെ പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ട് ലഭിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത്രയും മോളിക്യൂൾസ് ഇവിടെ നിറയെ ഇത്രയും വോളിയത്തിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മോളിക്യൂൾസ് ഇത്രയും ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തുണ്ടായി? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. ഇനി നമ്മൾ ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇൻലെറ്റിലൂടെ നമ്മൾ കൂടുതൽ ഗ്യാസിനെ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ സിസ്റ്റത്തിലെ വോളിയം കൂടി.
അപ്പം നിങ്ങൾ നോക്കിയേ, ഇൻലെറ്റിലൂടെ നമ്മൾ കൂടുതൽ ഗ്യാസിനെ അകത്തേക്ക് കടത്തി വിട്ടപ്പം ഈ സിസ്റ്റത്തിൻ്റെ വോളിയം കൂടി. ഇതിൻ്റെ ലെങ്തിന് മാറ്റമില്ല കേട്ടോ, ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ട് ലെങ്ത് മാറിയേ. ലെങ്തിന് മാറ്റമൊന്നുമില്ല, ഇതേ സംഭവം തന്നെ നമ്മൾ എടുക്കുന്നു. ഈ ഇൻലെറ്റിലൂടെ കൂടുതൽ ഗ്യാസിനെ അകത്തോട്ട് വിട്ടപ്പോൾ സിസ്റ്റത്തിൻ്റെ വോളിയം കൂടി. അപ്പം വോളിയം കൂടിയപ്പോൾ നോക്കിയേ, ഈ ഹൈറ്റ്, ഈ പിസ്റ്റൺ എന്ത് ചെയ്തു, മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പം ഹൈറ്റ് ഇത്രയും ആയില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കൂടി. സോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വോളിയം കൂടുന്നതനുസരിച്ച് ഈ മോളിക്യൂൾ, ഇപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിലെ മോളിക്യൂൾസിൻ്റെ വോളിയം കൂടും തോറും എന്ത് കൂടുന്നു? പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. അപ്പം നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം യെസ്, വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോളിയം അഥവാ ഉള്ളളവ്. ഓക്കെ, ഉള്ളളവെന്നും പറയും, അതുപോലെ തന്നെ നമ്മൾ വ്യാപ്തം എന്നും പറയും. 2 ടേംസ് കൊണ്ട് ഓർത്ത് വെക്കണേ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ വോളിയമോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളളവോ നമ്മൾ മാറ്റി വോളിയം കൂട്ടിയാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, വോളിയം കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. ഓക്കെ, ആ ഒരു കേസ് നോക്കി വെക്കണേ. ഇനി കൈനറ്റിക് എനർജി ഇതുപോലെ ആരെ ഡിപ്പെൻഡ് ചെയ്യും? അപ്പം നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു? വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് കൈനറ്റിക് എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. നമ്മൾ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി, അത് നമുക്കറിയാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നു. അപ്പോൾ അത് നോർമലി ഇപ്പോൾ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അതിൻ്റെ കൈനറ്റിക് എനർജി വാല്യൂ 100 ജൂൾ ആണെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ ആ സിസ്റ്റത്തിലേക്ക് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തു. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ സിസ്റ്റം ആ ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പം ആ സിസ്റ്റത്തിന് എന്ത് കിട്ടും? എനർജി കൂടില്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഡൈനാമിക് തിയറി വെച്ചിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഹീറ്റ് എന്ന് പറയുന്നത്, ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഹീറ്റ് കൊടുത്താൽ അവരുടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി കൂടും, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൂടും, അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി കൂടും, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൂടും, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി കൂടും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഹീറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ, വൈബ്രേഷണൽ കൈനറ്റിക് എനർജിക്ക് ഇക്വലൻ്റ് ആണെന്നൊക്കെ നമ്മൾ ഡൈനാമിക് തിയറി ഓഫ് ഹീറ്റ് വെച്ച് പറഞ്ഞു. അതേ കേസാണ് ഇവിടെ. നമ്മളൊരു 100 ജൂൾ ആയിരുന്നു സിസ്റ്റത്തിൽ, ഇനിഷ്യലി നമ്മളെടുത്ത സിസ്റ്റത്തിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 100 ജൂൾ ആയിരുന്നു. ഇനി നമ്മളിവിടെ ടെമ്പറേച്ചർ കൂട്ടി. അപ്പം നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പം മോളിക്യൂൾസിന് എന്ത് ചെയ്യുന്നു? അവരുടെ മൂവ്മെന്റ് കൂടും. ആ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? കൂടുതൽ എനർജിക് ആവും. അപ്പം നോക്കിയേ, അപ്പം പലതരത്തിലുള്ള മോഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ, രേഖീയ ചലനം അല്ലെങ്കിൽ സ്ഥാനാന്തര ചലനം. ഓക്കെ, സ്ഥാനാന്തര ചലനം അല്ലെങ്കിൽ രേഖീയ ചലനം നടക്കുന്നുണ്ട്. ഇനി റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷനെ നമ്മൾ എന്താ പറഞ്ഞത്? വർത്തുള ചലനം, വർത്തുള ചലനം അല്ലെങ്കിൽ പരിക്രമണ ചലനം എന്ന് നമുക്ക് ഉണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ ആ ഒരു ടേം കൂടി കൊടുത്തിട്ടുണ്ട്. പരിക്രമണ ചലനം, റൊട്ടേഷണൽ മോഷൻ, വർത്തുള ചലനം അല്ലെങ്കിൽ പരിക്രമണ ചലനം. ഇനി തേർഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ മോഷൻ അല്ലെങ്കിൽ കമ്പന ചലനം. അപ്പം നോക്കിയേ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുമ്പം ഈ മോളിക്യൂൾസ് ഓൾറെഡി ഈ മോഷൻ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ടെമ്പറേച്ചറും കൂടെ കിട്ടുമ്പോൾ എന്ത് പറ്റും? ഈ മോളിക്യൂൾസിൻ്റെ എനർജി എൻഹാൻസ് ആവും. അപ്പോൾ ഇവരിങ്ങനെ ഈ ട്രാൻസ്ലേഷണൽ മോഷൻ കൂടും, റൊട്ടേഷണൽ മോഷൻ കൂടും, വൈബ്രേഷണൽ മോഷൻ കൂടും, അവർ കൂടുതൽ കൊളൈഡ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? നെറ്റ് സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്തു? കൂടി. സോ കൈനറ്റിക് എനർജി ആരുടെ മെഷർമെൻ്റ് ആണ്? കൈനറ്റിക് എനർജി ഇസ് എ ഫങ്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറയണം ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. ആ ഒരു കേസും കൂടെ നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സിസ്റ്റത്തിന് എക്സ്പാൻഷൻ സംഭവിക്കുമ്പം ഇന്റേണൽ എനർജി കൂടുവോ കുറയുവോ? കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴോ? അതൊന്നും നോക്കണേ. ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ കോൺട്രാക്ട് ചെയ്യുകയാണ്. കോൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങുന്നു. അപ്പോൾ നമ്മൾ നോക്കിയേ, അപ്പോൾ ഇനിഷ്യലി ഇത് ഇത്രയും ഇരുന്നു, അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ ഞാനങ്ങ് ചുരുക്കുവാണ്, അത് തന്നെ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രഷർ കൊടുത്ത് അതേച്ചും കൂടെ ചുരുക്കുവാണ്. ഓക്കെ, അപ്പം എന്താ ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് അത് വന്നു. പുതിയ പൊസിഷൻ എന്താ ഇത്? ഓക്കെ, പുതിയ പൊസിഷൻ എന്താ ഇത്?
അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം ഈ പൊസിഷനാണ്, ഇതിനെ നമ്മളിപ്പോൾ കോൺട്രാക്ട് ചെയ്തു, ചുരുക്കി. അപ്പോൾ ചുരുക്കുമ്പോൾ എന്ത് പറ്റുന്ന, ഈ ഒരു കുറച്ച് സ്പേസിലേക്ക് അത് കൺഫൈൻഡ് ആവും. നേരത്തെ അത് കൂടുതൽ സ്ഥലങ്ങളിൽ അങ്ങ് വ്യാപിച്ചു കിടന്നതാണ്, ഇതിന് ചുരുങ്ങുന്നു. ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രം അത് വ്യാപിക്കുന്നു. അപ്പോൾ ഇത്രയും സ്ഥലമേ ഉള്ളൂ. പക്ഷേ മോളിക്യൂൾസ് എന്ത് ചെയ്യും, സ്ഥലം കുറവാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടേ. അപ്പോൾ ഇവർ എവിടെ ഇരിക്കും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെല്ലുമ്പം ഓരോ മോളിക്യൂൾസും തമ്മിലുള്ള കൊളിഷൻ അങ്ങ് കൂടി വരും. അങ്ങനെ കൊളിഷൻ കൂടുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നെറ്റ് കൊളിഷൻ എൻഹാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഈ കൂട്ടിയടി കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൂട്ടിയടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഏത് ക്വാണ്ടിറ്റിക്കായിരിക്കും ചേഞ്ച് വരുന്നത്, ഏത് ക്വാണ്ടിറ്റിക്കായിരിക്കും ചേഞ്ച് വരുന്നത്, ഈ ബോളുമായിട്ട് കൂടുതൽ ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്യുമ്പം ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി എന്ത് പറ്റും, കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പം എന്ത് സംഭവിക്കും, ഇൻറ്റേർണൽ എനർജി കൂടും. ഓക്കെ, അപ്പോൾ ഇത് ചിലർക്ക് വോളിയമായിട്ട് വെച്ചത് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനല്ല, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു, പലതരത്തിലുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മളിനി പഠിക്കും. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ കോൺട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പമ്പിൻ്റെ കേസ് വെച്ച് നോക്കണം, അതിനെ നമ്മൾ ചുരുക്കി. അപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഇരിക്കാൻ എല്ലാവർക്കും ഒരു മത്സരമാണ്. എല്ലാ മോളിക്യൂൾസിനും ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി അവരൊരു കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന കൊളിഷൻ കൂടി ഇവരുടെ കൈനറ്റിക് എനർജി എൻഹാൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി കൂടിയാൽ എന്ത് പറ്റും, സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന കേസ് നോക്കിയാൽ, വികസിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കൂടുതൽ സ്ഥലമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് ഇരുന്നതാണ്. അപ്പോൾ ഇവർ വലിയ കൊളൈഡ് ചെയ്യത്തില്ല, അവരുടെ കൊളിഷൻ കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, കൈനറ്റിക് എനർജി കുറയും. കൈനറ്റിക് എനർജി കുറയുമ്പോൾ എന്ത് പറ്റും, ഇൻറ്റേർണൽ എനർജി കുറയും. ഓക്കെ, സോ കോൺട്രാക്റ്റിംഗ് സമയത്താണ് ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ആന്തരികോർജ്ജം കൂടുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആന്തരികോർജ്ജത്തെ പറ്റി ഒന്ന് നോക്കാം. നിശ്ചല അവസ്ഥയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വ്യവസ്ഥയുടെ നിശ്ചല അവസ്ഥയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ആ വ്യവസ്ഥയെ നമ്മൾ മൂവ് ചെയ്യരുത്. നമ്മൾ പറഞ്ഞു ആ സിസ്റ്റം മൂവ് ചെയ്താൽ പോലും നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആ സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സോ റെസ്റ്റിലെടുക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ മാസ് കേന്ദ്രത്തെ ആധാരമാക്കിയുള്ള, അതായത് സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തുള്ള എന്നുള്ളത് കേട്ടോ, സെൻറ്റർ ഓഫ് മാസിനെ ആധാരമാക്കിയുള്ള തന്മാത്രകളുടെ ഗതികോർജ്ജത്തിൻ്റെയും, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജിയുടെയും സ്ഥിതികോർജ്ജത്തിൻ്റെയും തുകയാണ് ആ വ്യവസ്ഥയുടെ ആന്തരിക ഊർജം അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, അതുകൊണ്ട് ഈ വ്യവസ്ഥയിലേക്ക് തന്മാത്രകളുടെ ക്രമരഹിതമായ ചലനങ്ങളും കൂടി ഉൾപ്പെടുന്ന മൊത്തം ഊർജാവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ സമയത്ത്, ഈ മോഷൻ്റെ സമയത്ത്, മോളിക്കുലർ മോഷൻ്റെ സമയത്ത് അവർ മൊത്തത്തിലൊരു റാൻഡംനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡിസോർഡർനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്രമരഹിതമായ സിറ്റുവേഷനിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വ്യവസ്ഥയിലെ തന്മാത്രകളുടെ ക്രമരഹിതമായ ചലനങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുന്ന മൊത്തം ഊർജ്ജമാണ്. അപ്പം എനർജി ഡ്യൂ ടു റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡേർഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്, ഡിസോർഡർനെസ് മൂലം ഉണ്ടാകുന്ന എനർജി, ക്രമരഹിതമല്ലാതെ ഉണ്ടാകുന്ന എനർജി എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം, ഇൻറ്റേർണൽ എനർജിയാണ്. ഒരു വ്യവസ്ഥയുടെ ആന്തരിക ഊർജ്ജത്തിൻ്റെ സിമ്പലാണ് ഇൻറ്റേർണൽ എനർജിയെ നമ്മൾ യു കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമ്മൾ താപഗതികത്തിന്, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മളോട് പറയുന്നത്. അതായത് ഡെൽറ്റ ക്യൂ, ഒരു വ്യവസ്ഥയിലേക്ക് ചുറ്റുപാടിൽ നിന്നും നൽകപ്പെടുന്ന താപം ഡെൽറ്റ ക്യൂ. അതായത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഡെൽറ്റ ക്യൂ ആണ് കേട്ടോ, ഓമല്ലേ, ഡെൽറ്റ ക്യൂ. അതായത് ഞാനൊരു സിസ്റ്റത്തിലേക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്, ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഞാനൊരു ഡെൽറ്റ ക്യൂ ഹീറ്റ് കൊടുത്തു. അതായത് ഡെൽറ്റ ക്യൂ എന്ന് പറയാൻ നമുക്കറിയാം, ഹീറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ക്യൂ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ക്യൂവിന് പല വാല്യൂസ് നമ്മൾ പഠിച്ചില്ലേ, എം സി, ഡെൽറ്റ ടി, എം എൽ, അതൊക്കെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ക്യൂ ആണ്. ആക്ച്വലി ക്യൂ ആണ് കേട്ടോ, പക്ഷെ നമ്മൾ ഈ തെർമോഡൈനാമിക്സ് എല്ലാം ചേഞ്ച് വെച്ചിട്ടാണ്. കാരണം അതൊരു സിസ്റ്റം ഫിക്സഡ് സിസ്റ്റം അല്ലല്ലോ. നമ്മൾ തെർമോഡൈനാമിക്സിൽ ഓരോ വേരിയബിൾസിനെ പഠിക്കുമല്ലേ, അപ്പോൾ അത് ഓരോ സമയം അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു ചേഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വൽ മീനിങ് ഇതാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തേക്ക് ഞാനൊരു ക്യൂ ഹീറ്റ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ 100 ജൂൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ആ സിസ്റ്റം അത് 2 കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടും. ഒന്ന്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ. ഒന്ന്, സിസ്റ്റം അതിൻ്റെ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ആന്തരികോർജ്ജം കൂട്ടാനായിട്ട് പ്രയോഗിക്കും. അതിൻ്റെ എനർജി എന്ത് ചെയ്യും, ഇൻറ്റേർണൽ എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പം സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും.
ഓക്കെ, സിസ്റ്റം അത് വർക്ക് ചെയ്യാനായിട്ട്, സിസ്റ്റം അതൊരു വർക്കായിട്ടും സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നു, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ഒരു പ്രവൃത്തി ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 100 ജൂൾ കൊടുത്താൽ അത് ആദ്യം ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ 20 ജൂൾ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിച്ചാൽ ബാക്കി 80 ജൂൾ എന്ത് ചെയ്യും, ആ സിസ്റ്റം ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട്, യൂസ്ഫുൾ വർക്ക് എന്ന് നമ്മൾ പറയും കേട്ടോ, ഉപയോഗപ്രദമായ പ്രവൃത്തി എന്ന് നമ്മൾ പറയും. യൂസ്ഫുൾ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനായിട്ട് സിസ്റ്റം യൂസ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഇന്റേണൽ എനർജി കൂട്ടാൻ, ആന്തരികോർജ്ജം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യാനായും ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മളിവിടെ പറയുന്നത് ഡെൽറ്റ ക്യൂ ഒരു വ്യവസ്ഥയിലേക്ക് ചുറ്റുപാടിൽ നിന്നും, അതായത് ഞാനിപ്പോൾ സറൗണ്ടിങ്സിൻ്റെ പാർട്ടല്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഡെൽറ്റ ഡബ്ല്യു ചുറ്റുപാടിന്മേൽ വ്യവസ്ഥ ചെയ്യുന്ന പ്രവൃത്തി, അതായത് നമ്മുടെ സിസ്റ്റം ചെയ്യുന്ന വർക്ക് എങ്ങോട്ടേക്ക്, സിസ്റ്റം ഒരു വർക്ക് ചെയ്താൽ ആ വർക്ക് ലിബറേറ്റ് ചെയ്യുന്ന എൻ്റെ സറൗണ്ടിങ്സിലേക്കല്ലേ, അപ്പം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ചെയ്യുന്ന വർക്ക്. ഇനി വ്യവസ്ഥയിലെ ആന്തരികോർജ്ജത്തിലുണ്ടാവുന്ന മാറ്റം, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് ഉണ്ടാവുന്ന മാറ്റം. ഇനി ഊർജ്ജ സംരക്ഷണ നിയമപ്രകാരം, അപ്പം നമ്മുടെ എനർജി കൺസർവേഷൻ നിയമപ്രകാരം കൊടുക്കുന്നത് എന്ത് ചെയ്യണം, ഒരു ഫോമിൽ നിന്നും എനർജി കൺസർവേഷൻ എന്താ പറയുന്നത്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ അതോ കൺസ്ട്രക്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക്. അപ്പം നമ്മൾ ഹീറ്റായിട്ട് കൊടുത്തു, അവരത് എന്തൊക്കെയായിട്ട് മാറ്റി, ഇൻറ്റേർണൽ എനർജിയോടൊപ്പം തന്നെ യൂസ്ഫുൾ വർക്കായിട്ട് മാറ്റി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, ഒരു വ്യവസ്ഥയിലേക്ക് കൊടുത്ത ഊർജത്തിൽ ഡെൽറ്റ ക്യൂ, നമ്മൾ ഡെൽറ്റ ക്യൂ ആണ് കൊടുത്തത്, അതിൻ്റെ ഒരു ഭാഗം വ്യവസ്ഥയുടെ ആന്തരിക ഊർജം വർദ്ധിപ്പിക്കാൻ, ഇൻറ്റേർണൽ എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു, ബാക്കി ചുറ്റുപാടിന്മേലുള്ള പ്രവൃത്തിക്കും യൂസ് ചെയ്യുന്നു. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ചെയ്യാനുള്ള വർക്ക് ടുവേർഡ്സ് ദ സറൗണ്ടിങ്സിലേക്ക് സിസ്റ്റം എത്രമാത്രം വർക്ക് ചെയ്തു. ഇനി ഈ ഒരു സമവാക്യം നമുക്ക് ഉപയോഗപ്പെടുത്തി ഈ ഒരു സമവാക്യം, ഇപ്പം നമ്മൾ എഴുതിയത് ഈ ഒരു സമവാക്യമല്ലേ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്ലസ് മൈനസ് ടേംസ് ഒക്കെ ഉണ്ടോ, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അതായത് ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, പ്ലസ് ആണോ മൈനസ് ആണോ വരുന്നതെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്താൽ, ഹീറ്റ് അബ്സോർബ് ചെയ്ത സിസ്റ്റം എന്താണ്, പോസിറ്റീവ് ആണ്. ഹീറ്റ് അബ്സോർബ് ചെയ്ത ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ പോസിറ്റീവ് ആണ്. പക്ഷേ സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്ത, ഹീറ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ, നമ്മളിപ്പം 100 ജൂളാണെന്ന് വിചാരിക്കാം, ആ സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ ആ 100 ജൂളിൻ്റെ വാല്യൂ പ്ലസ് 100 ജൂളാവും, പോസിറ്റീവ് പ്ലസ് 100 ജൂളാവും. ഇനി ആ സിസ്റ്റം ഹീറ്റിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളിപ്പോൾ 100 ജൂൾ ആ സിസ്റ്റം അബ്സോർബ് ചെയ്താൽ നമ്മൾ എഴുതും പ്ലസ് 100 ജൂൾ, ആ 100 ജൂൾ റിലീസ് ചെയ്താലോ മൈനസ് 100 ജൂൾ. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്താൽ അത് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതുപോലെ അടുത്ത ടേമാണ് വർക്ക് ഡൺ. സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. ഇപ്പം ഇവിടെ നമ്മൾ കണ്ടില്ലേ, സിസ്റ്റം വർക്ക് ചെയ്തു, സിസ്റ്റം അതിൻ്റെ വർക്ക് ചെയ്തു എങ്ങോട്ടേക്ക്, സറൗണ്ടിങ്സിലേക്ക്. അപ്പോൾ ഇവിടെ ആരാ വർക്ക് ചെയ്യുന്നത്, സിസ്റ്റം വർക്ക് ചെയ്തു, എന്നിട്ട് എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നു, അത് ചെയ്ത വർക്ക് അത് സറൗണ്ടിങ്സിലേക്കല്ലേ റിലീസ് ചെയ്യുന്നത്. അപ്പം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആൻഡ് റിലീസ് ടുവേർഡ്സ് ദ സറൗണ്ടിങ്, അത് എന്നിട്ട് സറൗണ്ടിങ്സിലേക്ക് കൊടുത്തു. ഈ വർക്ക് സിസ്റ്റം ചെയ്താൽ അത് പോസിറ്റീവ് ആണ്. എപ്പോഴും സിസ്റ്റം ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണ്. ഇപ്പോൾ സിസ്റ്റം ചെയ്ത വർക്ക് 100 ആണെങ്കിൽ ആ സിസ്റ്റം ചെയ്യുന്ന വർക്കാണെങ്കിൽ പ്ലസ് 100. ഇനി വർക്ക് ചെയ്യുന്ന സറൗണ്ടിങ്സ്, അതായത് സിസ്റ്റത്തിലേക്ക് പ്രവൃത്തി ചെയ്യുന്നു, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, അതായത് സിസ്റ്റം ഇവിടെ സിസ്റ്റം സ്വയം ചെയ്യുന്നു, അതായത് ഇവിടെ സിസ്റ്റം ചെയ്യുന്നു, സിസ്റ്റം ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് സറൗണ്ടിങ്സിന് കൊടുക്കുന്നു. ആ ഒരു കേസിൽ വർക്ക് ഡൺ പോസിറ്റീവ്. ഇവിടുത്തെ കേസ് നോക്കിയേ, സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്നു, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, സിസ്റ്റം
സിസ്റ്റം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ആരാ ഇവിടെ വർക്ക് ചെയ്യുന്നത്? സറൗണ്ടിങ്സ് സിസ്റ്റത്തിലേക്ക് ഒരു വർക്ക് കൊടുക്കുന്നു. ആ ഒരു കേസിൽ വർക്കിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഇപ്പം സിസ്റ്റം ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് പ്ലസ്സിൽ കൊടുക്കണം. ഇനി സറൗണ്ടിങ്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് എന്തിൽ കൊടുക്കണം? മൈനസിൽ കൊടുക്കണം. ഓക്കെ, ഇനി വേറെ 2 ടേംസ് ഉണ്ട്. ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ആന്തരികോർജ്ജം. ഇന്റേണൽ എനർജി ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഏത് സിസ്റ്റത്തിൻ്റെയെങ്കിലും ഇന്റേണൽ എനർജി ഇൻക്രീസ് ആണെങ്കിൽ അവിടേക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഡിക്രീസ് ആവുകയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ. ഇൻക്രീസ് ആവുകയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ്, ഡിക്രീസ് ആകുകയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ വർക്കിന് നമ്മൾ വേറൊരു ടേമൊക്കെ കൊടുക്കും. അതും കൂടെ നമുക്കൊന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ പഠിച്ചു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. അല്ലേ? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ള നമ്മൾ വർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അത് പി ഡെൽറ്റ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ഇൻറ്റേർണൽ എനർജിയുടെ ഇൻക്രീസിനും വർക്ക് യൂസ്ഫുൾ വർക്ക് ചെയ്യാനാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ വർക്കിന് പകരം നമുക്ക് പി ഡെൽറ്റ വി എന്നാണ് കേട്ടോ മിക്കവാറും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് വർക്കിന് ഇക്വലൻറ്റ് തന്നെയാണ് പി ഡെൽറ്റ വി. പി ഡെൽറ്റ വിയും വർക്ക് ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷറിനെ നമ്മൾ വോളിയത്തിലുള്ള അല്ലെങ്കിൽ ഉള്ളളവിലുള്ള വ്യത്യാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിയേ, പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമുക്ക് എഴുതാം? ഫോഴ്സ് ബൈ ഏരിയ. വോളിയത്തിന് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയത്തിലുള്ള മാറ്റം. നമുക്ക് വോളിയം എന്ന് തന്നെ എഴുതാം. അപ്പം വോളിയത്തെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഏരിയ ഇൻറ്റു ലെങ്ത് എന്നല്ലേ എഴുതുന്നത്? ഏരിയ ഇൻറ്റു ലെങ്ത് എന്നല്ലേ വോളിയത്തെ എഴുതുന്നത്? അപ്പോൾ ഏരിയയും ക്യാൻസൽ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ലെങ്ത്, ഫോഴ്സ് ഇൻറ്റു ലെങ്ത്, ലെങ്ത് ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്താണ്? വർക്കാണ്. സോ വർക്കിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് പി ഡെൽറ്റ വി എന്ന് എഴുതാം. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ചേഞ്ച് ഇൻ വോളിയം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. പി അവിടെ കോൺസ്റ്റൻ്റ് അല്ലേ, വേരിയിങ് ആയിട്ടുള്ള ആരാണ്? വോളിയം അല്ലേ. അപ്പം വോളിയം നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട്. ആ ഒരു കേസ് വെച്ചിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, ഇനി നമ്മൾ ഒരു ഐസോതെർമൽ പ്രോസസ്സാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പ്രോസസ്സ് ഐസോതെർമൽ ആണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സ് ആണെങ്കിൽ ആ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. അതായത് ഡെൽറ്റ യുവിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എന്താണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ വാല്യൂ 0 വരും. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് പി ഡെൽറ്റ വി ആണ്. അപ്പോൾ ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയുമ്പം നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ, പാത്ത് വേരിയബിൾ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളെ പറ്റി നോക്കണം. ഒന്നാമത്തെ കാര്യമാണ് സ്റ്റേറ്റ് വേരിയബിൾ. അവസ്ഥാചരം എന്നാണ് കേട്ടോ. അവസ്ഥാചരം, അവസ്ഥ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നല്ലേ നമ്മൾ വന്നത്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അവസ്ഥാചരം. ഇത് പാത്ത് വേരിയബിൾ എന്ന് പറയുമ്പം പാദചരം, പാദചരം. അപ്പം നമ്മൾ നോക്കിയേ, സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേരിയബിൾസ്, അപ്പം നമ്മൾ കുറേ വേരിയബിൾസ് പഠിച്ചില്ലേ, മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആയിട്ട് കുറേ പേരെ പഠിച്ചു. അതിൽ ചില വേരിയബിൾസ് സ്റ്റേറ്റ് വേരിയബിൾസും ചിലർ പാത്ത് വേരിയബിൾസും ആണ്. അതായത് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അവർ 2 കാര്യങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അവരുടെ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ അവർ ഡിപ്പെൻഡ് ചെയ്യൂ. അതായത് ഇപ്പം നമ്മളൊരു സിസ്റ്റത്തിൽ ഇനിഷ്യൽ അവർ ഏത് സ്റ്റേറ്റ് ആണെന്ന് നോക്കും, ഫൈനൽ അവർ ഏത് സ്റ്റേറ്റ് ആണെന്ന് നോക്കും.
ചിലപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിൽ, ഇപ്പോൾ ഇനിഷ്യലി അതൊരു നമ്മളിപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ നിന്നു, കുറേ കഴിഞ്ഞ് അത് X2 എന്ന് പറഞ്ഞൊരു X1 ഒരു പൊസിഷനിലായിരുന്നു ആദ്യം, അവർ കുറേ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തു അവർ X2 എന്ന് പറഞ്ഞ അടുത്തൊരു പൊസിഷനിലെത്തി. അപ്പോൾ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണെങ്കിൽ ഇതൊന്നും നോക്കില്ല, ആദ്യത്തെ ആ ഒരു പൊസിഷൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കും, ഫൈനൽ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കും. ഇത്തരത്തിലുള്ള വേരിയബിളുകളെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ അല്ലെങ്കിൽ അവസ്ഥാചരം എന്ന് പറയുന്നത്. അപ്പോൾ അവസ്ഥാചരങ്ങൾ എന്ത് ചെയ്യുന്നു? ആദ്യ അവസ്ഥയും അന്ത്യ അവസ്ഥയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ, അല്ലാതെ ആ അവസ്ഥകളിലേക്ക് എത്തിച്ചേർന്ന പല പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ പല പ്രവൃത്തിയിലൂടെ ആയിരിക്കും, പല രീതിയിലൂടെ ആയിരിക്കും അവർ ആ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നത്. ആ പ്രവൃത്തി എന്താണ് അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലൂടെയാണ് അവർ ആ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്നതെന്ന് അവർ നോക്കാറില്ല. ബട്ട് അവർ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? പ്രിഫർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയബിൾസ് ആണ് ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾ. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ പ്രഷർ, വോളിയം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, എൻട്രോപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മളിനി പഠിക്കും. ഓക്കെ, ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് വേരിയബിൾ ആണ്. അവർ ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ മാത്രം നോക്കും, പാത്തിനെ നോക്കില്ല. എന്നാൽ ഇനി പാത്ത് വേരിയബിൾ എന്തായിരിക്കും? ഇനിഷ്യൽ പോയിന്റ് നോക്കില്ല, ഫൈനൽ പോയിന്റ് നോക്കില്ല, അവർ ട്രാവൽ ചെയ്ത ആ ഒരു പാത്തിനെ മാത്രം നോക്കും. ഏത് പ്രോസസ്സിലൂടെയാണ് അവർ ആ ഓരോ സ്റ്റേറ്റിൽ എത്തിയത് എന്ന് നോക്കുന്നവരാണ് പാത്ത് വേരിയബിൾ അല്ലെങ്കിൽ പാദാചരങ്ങൾ. അവർ രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്, ഒന്ന് വർക്കും ഒന്ന് ഹീറ്റ്. ഓക്കെ, വർക്കും ഹീറ്റുമാണ് നമ്മൾ പഠിക്കാനുള്ള രണ്ട് പാത്ത് വേരിയബിൾസ് അല്ലെങ്കിൽ പാദചരങ്ങൾ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ഡബ്ല്യു, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് എന്തായി മാറുന്നു? 0 എന്ന്. അതിൻ്റെ കാരണം ഇൻറ്റേർണൽ എനർജി, നമ്മളിപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സ് നോക്കുക. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇനിഷ്യൽ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്, ഫൈനൽ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ടെമ്പറേച്ചർ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി ആണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഐസോതെർമൽ പ്രോസസ്സ് നിങ്ങൾ നോക്കിയേ, കൈനറ്റിക് എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ അതിനർത്ഥം എന്താ? യു കോൺസ്റ്റൻ്റ് അല്ലേ? കാരണം നമ്മൾ പഠിച്ചു യു എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി സമ്മാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ കൈനറ്റിക് എനർജിക്ക് കൂടത്തുമില്ല കുറയത്തുമില്ല, കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. കൈനറ്റിക് എനർജിക്ക് വേരിയേഷൻ സംഭവിക്കുന്നില്ല. സോ ഇന്റേണൽ എനർജിക്ക് വേരിയേഷൻ സംഭവിക്കില്ല. അതുകൊണ്ട് അതിന് വേരിയേഷൻ സംഭവിക്കാത്തതുകൊണ്ട് അതിൻ്റെ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഡെൽറ്റ ക്യൂ എന്ത് കിട്ടുന്നത്? പി ഡെൽറ്റ വി എന്ന് കിട്ടുന്നത്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിനി പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും പിന്നെ കാർനോട്ട് എൻജിൻ, എൻട്രോപ്പിയും കൂടെ പഠിക്കുമ്പം നമ്മുടെ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തീരും. പിന്നെ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ്സിൽ കുറച്ച് ടോപ്പിക്സ് ഒക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് അതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത മൊഡ്യൂൾ 4th മൊഡ്യൂളിലോട്ട് നമുക്ക് മൂവ് ചെയ്യണം കേട്ടോ.